ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മണ്ണാർത്തൽ ഗാർഡൻസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ തൈകളൊക്കെ പിന്നെയും അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ബൾക്ക് സ്റ്റോക്ക് ഇപ്പം അവൈലബിൾ ആണ്. അപ്പം നമുക്കൊരു അടുത്തൊരാഴ്ചത്തേനും കൂടെ നമുക്ക് ഒരു 10 കളേഴ്സിൻ്റെ നമുക്ക് തരാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കുറച്ചധികം ബൾക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് വേറെ നഴ്സറികളിലേക്ക്. അപ്പം പ്ലാന്റ്സ് വേണ്ടവരൊക്കെ ഈ വീക്ക് തന്നെ ഓർഡർ തരുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് 10 കളേഴ്സ് തരാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വലിയ പോട്ടാണ് കേട്ടോ. വലിയ പോട്ടിലെ പ്ലാന്റ്സ് ആണ്. അടുത്ത ഒരു 1 മന്തിനുള്ളിൽ ഇപ്പോൾ നല്ല ഫ്ലവേഴ്സായിട്ട് ഇപ്പോൾ നമുക്ക് സെയിലിന് ഇറക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഓൺലൈനിലേക്ക് നമ്മൾ ഇറക്കുന്നതായിരിക്കും. ബാക്കി ഇത് നഴ്സറികൾക്കൊക്കെയാണ്. ബാംഗ്ലൂർ പിന്നെ കേരളത്തിലുള്ള എല്ലാ നഴ്സറികൾക്കും നമ്മളിപ്പം സപ്ലൈ ഉള്ളതാണ്. അപ്പോൾ നഴ്സറിക്കാർക്കാണെങ്കിലും വേണ്ടവരെല്ലാവരും കോൺടാക്ട് ചെയ്യുക കേട്ടോ. നല്ല ഹോൾസെയിൽ പ്രൈസിൽ തന്നെ ഈ പ്ലാന്റ്സ് ഇറക്കി തരുന്നതായിരിക്കും. ഇതുണ്ടോ, നല്ല തൈകൾ നമ്മളിപ്പം സോർട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഓരോ വെറൈറ്റീസൊക്കെ എടുത്ത് വെക്കുന്നതാണ്. ഇപ്പം തൈകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അയച്ച പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഫ്ലവേഴ്സുള്ള തൈകൾ തന്നെയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രോപ്പറായിട്ടുള്ള ഇപ്പോൾ ഈ മഴയുടെ സമയമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഇതിനുള്ളൊരു പരിപാലനം കൂടെ ചെയ്ത് കൊടുക്കണം. എന്നാൽ ഈ ഒരു പ്ലാന്റിന് ഇടയ്ക്ക് വെച്ച് പ്ലാന്റിൻ്റെ ഗ്രോത്ത് നിൽക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് ഈ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കാരണമായി. അപ്പം അങ്ങനെയുള്ളപ്പം ഈ DAPയും പിന്നെ സാഫ് പോലുള്ള മരുന്നുകൾ, DAP നമുക്ക് ഫ്ലവറിങ്ങിനൊക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ ഈ സാഫ് ഈ സിസ്റ്റമിക് ഫംജിസൈഡാണ്. നമ്മൾ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് സാഫും സ്റ്റഫിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ പുഴുക്കളൊക്കെ പെസ്റ്റ് അറ്റാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെസ്റ്റിസൈഡ്സും അത്യാവശ്യം യൂസ് ചെയ്യാവുന്നതാണ്. കരാട്ടെ പോലുള്ളതൊക്കെ ഇതുണ്ട്. ഇതൊക്കെ നമുക്കാണെങ്കിലും ഈ ഗ്രോത്തിൽ വരുന്ന പ്രശ്നം നമുക്കാണെങ്കിലും ഉണ്ടാകുന്നതാണ്. ഈ ഒരു മഴയുടെ സമയം, മഴ ഒത്തിരി കൂടുന്ന സമയത്ത് നമുക്കും ഗ്രോത്തിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള നമ്മുടെ ഒരു പരിപാലനവും കാരണം എല്ലാം പക്കയായിട്ട് തന്നെ തിരിച്ച് റിക്കവർ ആവുന്നുണ്ട് പ്ലാന്റ്സൊക്കെ. ഇതുണ്ടോ, എല്ലാം ഒരു പോട്ടിൽ തന്നെ നല്ല നിറഞ്ഞ് നല്ലതായിട്ടുണ്ട്. ഒരു 1 മന്തിനുള്ളിൽ തന്നെ ഒരു വിത്തിൻ 20 ഡേയ്സ് തന്നെ നമുക്ക് നല്ല ഫ്ലവേഴ്സ് ആവും. തിങ്ങി ഫ്ലവേഴ്സാണ് കേട്ടോ. ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നല്ലോണം പൂക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞു 20 ഡേയ്സ് ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഫ്ലവേഴ്സ് കാണാൻ സാധിക്കും. അന്നേരം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെലസ്റ്റോമയുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. മെലസ്റ്റോമ പ്ലാന്റ്സ് ഉണ്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം മെലസ്റ്റോമയുടെ നല്ല തൈകളുണ്ട്. വൈറ്റ് ഉണ്ട്. പിന്നെ നമുക്കൊരു 3 ഷെയ്ഡാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. വേരിഗേറ്റഡ് വെറൈറ്റി ഇപ്പം നമുക്ക് നിലവിൽ ഇറങ്ങുന്നതേ ഉള്ളൂ. പിന്നെ ഗോൾഡൻ സൈപ്രസ് അത്യാവശ്യം സ്റ്റോക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ പ്ലാന്റൊക്കെ വേണ്ടവർ മെസ്സേജ് ചെയ്തത് കേട്ടോ. നമുക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഏത് പ്ലാന്റ് വേണമെങ്കിലും ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സൊക്കെ ആണെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ കാറ്റലോഗ് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഇൻഡോർ പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും വേണ്ടവർ വേഗം പറയുക. ചെമ്പരത്തി ഇപ്പം നമ്മൾ കവർ മാറി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേ ട്രേ പ്ലാന്റ്സ് സെയിലിന് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളത് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു 7 വെറൈറ്റീസോളം നമുക്കിതുണ്ട്. ഹൈബ്രിഡ് ഹിബിസ്കസ് ആണ്. അപ്പോൾ ഇത് കുറേ അത്യാവശ്യം നമ്മൾ മാറി വെച്ചിട്ടുണ്ട് ഈ പ്ലാന്റ്സ്. പിന്നെ ഇത് റോസ്മേരി ആണ് കേട്ടോ. റോസ്മേരിയുടെ മദർ പ്ലാന്റ്സ് ആണ് നമ്മൾ കട്ടിങ് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇതുണ്ട്, നല്ല ചെമ്പരത്തിയുടെ തൈകളാണ്. ഇത് പ്ലാന്റ്സ് വേണ്ടവർ മെസ്സേജ് ചെയ്യാം കേട്ടോ. ചെമ്പരത്തിയുടെ തൈകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ അതിനും 10 പ്ലാന്റ് 340 രൂപ വിത്ത് കൊറിയർ ചാർജാണ് നമ്മളിപ്പോൾ അയക്കുന്നത്. നല്ല തൈകൾ ഇപ്പോഴും റെഡിയാണ്.